എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഇൻറ്റേൺഷിപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവളോട് ഒപ്പീനിയൻ ചോദിക്കാം. ഇവിടുത്തെ ഇൻറ്റേൺഷിപ്പിനെ പറ്റിയല്ലേ? ഇവിടുത്തെ ഇൻറ്റേൺഷിപ്പ് വന്നപ്പോൾ ഓരോ ദിവസം ഓരോന്നായിരുന്നു. ഡെസ്ക്, വെബ്, PCR, ക്യാമറ, പിന്നെ വോയിസ് ഒക്കെ ഉണ്ട്. അവിടെ ഞങ്ങളെ കേട്ടൊന്നും അറിയത്തില്ല, കേട്ടൊന്നൊക്കെയാണ് പറഞ്ഞത്, കേട്ടിട്ടില്ല. പിന്നെ ബ്യൂറോ ഉണ്ട്. ബ്യൂറോ ഉണ്ട്. ബ്യൂറോയിൽ പോകുമ്പോഴാണ് റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതുവരെ ബ്യൂറോയിൽ കാല് കിട്ടിയിട്ടില്ല. വന്നപ്പോൾ തൊട്ട് ഈ സിസ്റ്റത്തിൻ്റെ മുന്നിൽ കണ്ട വീട്ടിലാണ് ഞങ്ങൾ പണി. എനിക്ക് ആദ്യ ദിവസം ഡെസ്ക്, പിന്നെ ക്യാമറ, പിന്നെ PCR, പിന്നെ ഫുള്ള് ഡെസ്ക്. ഇതുവരെ എൻ്റെ അടുത്ത് വന്നപ്പോൾ തൊട്ട് PCR, ക്യാമറയും കഴിഞ്ഞ് ബാക്കി മൊത്തം ഡെസ്ക്. ഇനി ഡെസ്കിൽ എന്തുവാ പണി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വെൻഡർ എന്ന് പറയുകയാണെങ്കിൽ രുചി സർ ഇവിടുത്തെ ജേർണലിസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ രുചി സർ തലേ ദിവസം നമുക്ക് ഷിഫ്റ്റ് ഇട്ട് തരും. ഓരോ ദിവസവും എന്ത് വർക്കാണ് വേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യേണ്ട വർക്ക് ഉൾപ്പെടെ രുചി ചേട്ടൻ ഇട്ട് തരും. അപ്പോൾ എനിക്ക് ഇന്നെൻ്റെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ 10 പത്രം അതിൻ്റെ എഡിറ്റോറിയൽ വായിച്ച് അത് ഷോർട്ടാക്കി മലയാളം ടൈപ്പ് ചെയ്ത് അത് അയച്ചു കൊടുക്കാം. എൻ്റെ പണി ഇന്ത്യയിലെ 3 പാർട്ടികൾ എടുത്തിട്ട് അവരുടെ ലീഡേഴ്സിനെയും അവരുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വർക്ക്. ഇനി PCR പോവുകയാണെങ്കിൽ PCRൽ അവരെന്താ ചെയ്യുന്നത്? PCR എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമാണ്. അവിടെ ഈ ഹെഡ്ലൈന്, അതുപോലെ തന്നെ ലൈവ് വരുന്നത്, ക്യാമറ, സൗണ്ട്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ് PCR റൂമിൽ നടക്കുന്നത്. പിന്നെ ക്യാമറ അറിയാമായിരിക്കുമല്ലോ, ക്യാമറയിൽ മറ്റേ സ്റ്റുഡിയോയിലെ കാര്യങ്ങളും ലൈവ് ഇടുന്നതും അതുപോലെ സ്ക്രീന് അതൊക്കെ കാണാൻ കഴിയും. പിന്നെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ജേർണലിസ്റ്റിനെ ഞങ്ങൾക്ക് നേരിട്ട് അവസരം കിട്ടി. സേതു ചേച്ചി, ഹർഷൻ ചേട്ടൻ, സനീഷ് ചേട്ടൻ, ഇവരൊക്കെ അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ പേര്, അതായത് ജേർണലിസ്റ്റിലും ജാടയോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാവരും നമ്മൾ നല്ല ഫ്രണ്ട്ലി. ഇപ്പോൾ സനീഷേട്ടൻ വരുന്ന പോലെ ചോറുണ്ടോ മോളെ, ചായ കുടിച്ചോ മോളെ, അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഒരു ഇവൻ ഹർഷൻ ചേട്ടനായാലും സ്വാതി ചേച്ചി ആയാലും എല്ലാവരും നല്ല എന്താ പറയുന്നത്, ഒരു അനിയത്തി ചേട്ടൻ ആ ഒരു വൈബിലാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. അതിപ്പോൾ റിസപ്ഷനിലുള്ള ചേട്ടൻ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ഇപ്പം ഇന്റേൺഷിപ്പിന് വന്ന കുട്ടികൾ അങ്ങനെയൊന്നുമില്ല. അവരിൽ ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്ര അടിപൊളിയാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് പണിയൊക്കെ ഉണ്ടെങ്കിലും ഡെസ്കിലിരിക്കുന്ന ദിവസം പണിയാണ്. ബാക്കിയുള്ള ദിവസമൊക്കെ പിന്നെ ബ്യൂറോയിൽ പോയിട്ടില്ല, പോകുമ്പോൾ ഇനി ബാക്കിയാണ്. ബ്യൂറോയിൽ പോയവർ പറഞ്ഞ് നല്ല അടിപൊളിയാണ്, എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും. പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിങ്ങിന് പോകുന്ന പരിപാടിയുടെ ബ്യൂറോയിൽ, അതായത് ന്യൂസ് നടക്കുന്നവിടെ റിപ്പോർട്ടേഴ്സ് ചെല്ലില്ലേ, അതാണ് ബ്യൂറോ.